കുഞ്ഞാഞ്ഞേ കുട്ടിമാൻ കുഞ്ഞാഞ്ഞേ ഇക്കെൻ്റെ ഉണ്ണിക്കൊരു കുപ്പായം കൊണ്ടാടാ കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ കുട്ടിമാൻ കുഞ്ഞാഞ്ഞേ ഇക്കെൻ്റെ ഉണ്ണിക്കൊരു കുപ്പായം കൊണ്ടാടാ അപ്പള്ള കാലത്തേക്ക് കുപ്പായം കൊണ്ടരുടാ അമ്മുള്ള കാലത്തേക്ക് പലഹാരം കൊണ്ടരുടാ അപ്പൻ മാറിച്ചിട്ടിന്ന് ഓണം ഞാൻ ഉണ്ടിട്ടില്ല അമ്മ മാറിച്ചേ പിന്നെ കണ്ണീരു തോർന്നിട്ടില്ല കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ കുട്ടിമാൻ കുഞ്ഞാഞ്ഞേ ഇക്കെൻ്റെ ഉണ്ണിക്കൊരു കുപ്പായം കൊണ്ടാടാ ചിങ്ങം പിറന്നാ പിന്നെ ഓണം വരാറില്ലടാ എൻ്റുണ്ണിക്ക് മാറ്റിയിടാനൊരു കുപ്പായം കൊണ്ടാടാ അത്തം ദാ വന്നു പിറന്നു ഉപ്പില്ല മുളകില്ല അട്ടത്ത് നോക്കിയാ പിന്നെ ഓലക്കൊടിയൂല അത്തം ദാ വന്നു പിറന്നു ഉപ്പില്ല മുളകില്ല അട്ടത്ത് നോക്കിയാ പിന്നെ ഓലക്കൊടിയൂല കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ കുട്ടിമാൻ കുഞ്ഞാഞ്ഞേ ഇക്കെൻ്റെ ഉണ്ണിക്കൊരു കുപ്പായം കൊണ്ടാടാ ഇക്കെൻ്റെ ഉണ്ണിക്കൊരു കുപ്പായം കൊണ്ടാടാ. ഉഷ നമസ്കാരം. 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 ഒരുപാട് കാലമായി നമ്മുടെ എപ്പിസോഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇപ്പോഴാണ് എല്ലാ അവസരം ഒത്തുന്നത്. അതിന് ഞാൻ ആദ്യം സോറി പറയണു. ഒരുപാട് സമയം നമ്മളെന്നെ വിളിച്ചോണ്ടിരുന്നിട്ട് സമയമില്ലാത്ത കാരണം നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. പ്രോഗ്രാംസ് പിന്നെ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. നാടൻപാട്ട് ഫീൽഡിൽ വന്നിട്ട് 26 വർഷത്തോളമായി. നമ്മള് പല സമിതികളിലായിരുന്നു പാടി തുടങ്ങിയിരുന്നത്. പിന്നീട് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പൊ 8 വർഷത്തോളമായിട്ട് കളം നാടൻപാട്ട് കോട്ടം തൃശ്ശൂർ എന്ന് പറഞ്ഞ ടീം തുടങ്ങിയത്. ഇതിൽ 18 ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മള് സാധാരണ പോലെ തനതും എഴുത്തുപാട്ടുകളും പാടുന്നുണ്ട്. നമ്മള് നമ്മള് തൃശ്ശൂര് ആട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട്. ആ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. വീട്ടില് എനിക്ക് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എനിക്കൊരു മോനുണ്ട്, പിന്നെ ഞങ്ങള് 4 പേരാണ്. ഞാൻ അപ്പം ഇപ്പൊ ഒരുപാട് വർഷമായല്ലോ. അപ്പോ അതിലിപ്പോ ഈ പല ഈ സമിതിയിലും വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. ഏതൊക്കെ സമിതിയിൽ വർക്ക് ചെയ്യുന്നു പറയാൻ? സമിതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മള് അങ്കമാലി അക്ഷയ എന്ന് പറഞ്ഞിട്ട് ഒരു സമിതിയിലായിരുന്നു കൂടുതലും നമ്മള് ചെയ്തിരുന്നത്. അത് പിന്നെ കതിരേറ്റ്, മുഖം, പോൾസമാഷിന്റെ മുഖം, പിന്നെ നമ്മുടെ അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് സമിതികളുണ്ട് പേര് പറയാനായിട്ട്. ഏറ്റവും കൂടുതൽ നാടൻപാട്ട് ജനനയന ആ ടീമിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് മുഖം ഗ്രാമീണ വേദി, അതില് നമ്മള് ഇങ്ങനെ കലാജാഥയില് പങ്കെടുത്തിട്ടാണ് മുഖം ഗ്രാമീണ വേദിയുടെ പോൾസമാഷിന്റെ ടീമിലേക്ക് നമ്മൾ തന്നെ ആദ്യമായിട്ട് ക്ഷണിച്ചത്. അത് ഞാൻ നാടൻപാട്ടിലേക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കേരളോത്സവം എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് മേളയിലാണ് ആദ്യമായിട്ട് ഞാൻ നാടൻപാട്ട് പാടുന്നത്. പിന്നെ സ്കൂൾ തലങ്ങളിൽ അന്ന് നാടൻപാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലളിതഗാനം, മാപ്പിളപ്പാട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പഞ്ചായത്ത് മേളയിൽ പങ്കെടുത്തിട്ട് നമ്മൾ ആൾക്കാര് കുറേശ്ശെ അറിഞ്ഞു തുടങ്ങിയപ്പോ ടീമുകൾക്ക് വിളിച്ചു തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ പാടിയത് നമ്മുടെ ഇപ്പൊ വയലി ബാമ്പുവിന്റെ തലയാളൊക്കെയാണ് ഉല്ലാസ്. അവരുടെ ടീം നമ്മുടെ ചേലക്കരയിൽ ഉണ്ടായിരുന്നു, തോന്നൂർക്കരയില് പൊലിക എന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് ഒരു വലിയൊരു സമിതിയിൽ പാടിയിട്ടുള്ളത് ഞാന് പൊലിക എന്ന് പറഞ്ഞിട്ടുള്ള ടീമിലാണ്. അത് അവരൊക്കെ തന്നെയാണ് നമ്മളതിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതെന്നാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കലാജാഥയിൽ ഇതേപോലെ പങ്കെടുത്തപ്പോ ജയശ്രീച്ചി ആണ് നമ്മളതിനെ കലാജാഥയിലേക്ക് ക്ഷണിച്ചത്. ഒരുപാട് കലാജാഥകൾ അറ്റൻഡ് ചെയ്തു. പിന്നെ ഓരോരോ സമിതികളിലേക്ക് ആള് കൊണ്ടുപോയി. ഒരുപാട് സമിതികളിൽ ആള് പരിചയപ്പെടുത്തിയോടൊപ്പം തന്നെ ആളുടെ സ്വന്തം സമിതിയിൽ നമ്മൾ പാടാൻ തുടങ്ങി. പിന്നീടാണ് നമ്മൾ സ്വന്തം സമിതി കളം നാടൻപാട്ടും കൊണ്ടും രൂപീകരിച്ചത്.
ഈ സമിതിയുടെ എന്തെങ്കിലും വേറിട്ട് ഒരു വ്യത്യസ്ത എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളിപ്പോൾ രൂപീകരിച്ച സമിതിയും മറ്റുള്ള എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വെറൈറ്റി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളൊരു 22 പേരടങ്ങുന്ന ഒരു കൈക്കുട്ടികളി സംഘം ഉണ്ട് ഞങ്ങളുടെ. അത് ചെറുപ്പം മുതലേ ഞാൻ പരിശീലിക്കുന്നതാണ്. പിന്നെ ഞാനൊരു 8-9 വർഷത്തോളം ഒരു സമിതി കൊണ്ടു നടന്നു, കൈക്കുട്ടികളിയും കിണ്ണം കളി എന്ന് പറഞ്ഞിട്ട്. അതില് നമ്മള് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട് ലേഡീസ് ആയിട്ട്. പിന്നെ നമ്മുടെ തറവാട്ടിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് വേല കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ മുടിയാട്ടവും മരം കൊട്ടുപാട്ടം ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കാവുകളിലേക്ക്. നമ്മുടെ വടകുറുമ്പ കാവിലേക്കാണ് നമ്മൾ കൊണ്ടുപോകണം. താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനാനെ. ഉത്തരാടോ നേരം വെളിച്ചാമ്പോ മുറമ്പിക്കാൻ പോയ പറയാനെ, തിരുവോണോ നേരത്തറായിട്ടും കാണാഞ്ഞൂല. മുറം വിറ്റ് നെല്ല് വാങ്ങി നെല്ല് വിറ്റ് കള്ളും കുടിച്ച് ഇവിടെ കൂത്തുമറിഞ്ഞ് കിടക്കണാവോ. താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനാനെ. ഉത്തരാടോ നേരം വെളിച്ചാമ്പോ കുളിച്ചൊന്ന് തോരിട്ടമുണ്ട്, തിരുവോണോ നേരത്തറായിട്ടും ഉണങ്ങിയിട്ടില്ല. ഉത്തരാടോ നേരം വെളിച്ചാമ്പോ മുറമ്പിക്കാൻ പോയ പറയാനെ, തിരുവോണോ നേരത്തറായിട്ടും കാണാഞ്ഞൂല. എൻ്റെ ഒരു കുഞ്ഞി പറയാനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാന് കിണ്ണത്തിൽ വെള്ളം വെച്ച് മുങ്ങിച്ചാകും. താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനാനെ. ഉത്തരാടോ നേരം വെളിച്ചാമ്പോ മുറമ്പിക്കാൻ പോയ പറയാനെ, തിരുവോണോ നേരത്തറായിട്ടും കാണാഞ്ഞൂല. താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനാനെ. എൻ്റെ ഒരു കുഞ്ഞി പറയാനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാന് വൈക്കോൽ കോടി കെട്ടി തൂങ്ങിച്ചാകും. താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനാനെ. എൻ്റെ ഒരു കുഞ്ഞി പറയാനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാന് പഴങ്കഞ്ഞി കുടിച്ചിട്ടിന്ന് ചാകും ചെയ്യും. ഉത്തരാടോ നേരം വെളിച്ചാമ്പോ മുറമ്പിക്കാൻ പോയ പറയാനെ, തിരുവോണോ നേരത്തറായിട്ടും കാണാഞ്ഞൂല. മുറം വിറ്റ് നെല്ല് വാങ്ങി നെല്ല് വിറ്റ് കള്ളും കുടിച്ച് ഇവിടെ കൂത്തുമറിഞ്ഞ് കിടക്കണാവോ. എല്ലാരുടെ കുഞ്ഞി പറയാനും വന്നോടങ്ങി ദൈവേ, എൻ്റെ ഒരു കുഞ്ഞി പറയാനെ കാണാഞ്ഞപ്പോ. താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനാനെ. താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനെ താനിന്നം താനാനെ താനാനാനെ.